കരിയറിൽ നേടാൻ പറ്റുന്നതെല്ലാം നേടിയിട്ടാണ് അയാൾ അമേരിക്കയിലേക്ക് വിമാനം കയറുന്നത്. അതൊരിക്കലും അയാളുടെ കളിമികവ് കുറഞ്ഞത് കൊണ്ടായിരുന്നില്ല. യൂറോപ്പിൽ കളിക്കാൻ അയാൾ ഇപ്പോഴും യോഗ്യനാണെന്ന് ഏതൊരു ഫുട്ബോൾ പ്രേമിക്കും മനസ്സിലാകുന്നതാണ്. സ്വപ്നം കാണാൻ പോലും കെൽപ്പില്ലാത്തൊരു ടീമായിരുന്നു ഡേവിഡ് ബെക്കാമിന്റെ ഇന്റർ മിയാമി. ക്ലബ്ബ് രൂപീകരിച്ചതിനു ശേഷം പറയത്തക്കൊരു നേട്ടവുമില്ലാതെ പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനങ്ങൾ മാത്രം കണ്ട ഒരു ടീമായിരുന്നു ഇന്റർ മിയാമി. അവിടേക്ക് അയാൾ തന്റെ പ്രതിഭയോടെ വന്നപ്പോൾ മായാജാലം എന്താണെന്ന് അമേരിക്ക മനസ്സിലാക്കി. അയാൾ ഒറ്റയ്ക്ക് പല കളികളും ജയിപ്പിച്ചു. കൂടെ തന്റെ പഴയ ബാർസ സൗഹൃദങ്ങളായ സുവാരസും ബുസ്കറ്റ്സും ജോർദി ആൽബയും ചേർന്നതോടെ മെസ്സി തിരമാല കണക്കെ ആഞ്ഞടിച്ചു തുടങ്ങി. അയാൾ ഉണ്ടാകുമ്പോൾ കളി ജയിക്കുകയും അയാളില്ലെങ്കിൽ തോൽക്കുകയും ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു. ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കുക എന്നത് കേട്ടുകളിവിൽ നിന്ന് യാഥാർത്ഥ്യമാക്കുന്ന മെസ്സിയെ ഇന്ന് നമുക്ക് ഇന്റർ മിയാമിയിൽ കാണാം. ചരിത്രമോ ട്രോഫിയോ ഇല്ലാത്ത ക്ലബിന്റെ സെൽഫിൽ ആദ്യമായി ഒരു ട്രോഫി കൊണ്ടുവച്ചാണ് ക്യാപ്റ്റൻ തന്റെ ഹീറോയിസം കാണിക്കുന്നത്.